ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ രാവിലത്തെ അടുക്കള ജോലിയൊക്കെ എങ്ങനെ പെട്ടെന്ന് തീർക്കുക എന്നുള്ളത് ടിപ്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടി അറിയിക്കുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും വെള്ളച്ചട്നിയും ചുവപ്പ് ചട്നിയാണ് കേട്ടോ. അപ്പോൾ ദോശക്ക് മാവൊക്കെ തലേന്ന് അരച്ച് വെച്ചുകൊണ്ട് തന്നെ രാവിലെ കിച്ചണിലേക്ക് വരാൻ തന്നെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തോനെ പണികളൊന്നും ഇല്ലല്ലോ. ദോശ അരച്ച് വെച്ചുകൊണ്ട് തന്നെ ചുടാനുള്ളതെല്ലാം ഉണ്ടാവുക. അപ്പോൾ അതിലേക്കുള്ള ചട്നികൾ ഉണ്ടാക്കാണ്ട് അത് ആദ്യം തന്നെ റെഡിയാക്കണം കേട്ടോ. അതിനുള്ള തേങ്ങ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ അരച്ചിട്ട് അത് കടുക് പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അതിക്ക് ഉഴുന്ന് പരിപ്പ് കുറച്ച് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോൾ ഒരു 5-6 ചെറിയ ഉള്ളി അത് ഇതിലേക്ക് ഇട്ടിട്ട് അത് മൂത്ത് വരുമ്പോൾ തക്കാളി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരട്ടെ കേട്ടോ. ഇനി തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വരട്ടെ കേട്ടോ. ഒന്ന് വാടിയിട്ട് ഒന്ന് ഉടഞ്ഞ് വരട്ടെ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടച്ച് വെച്ചിട്ട് അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അങ്ങനെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കായപ്പൊടി കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ അതിൻ്റെ റോസ് സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറിയതിന് ശേഷം ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. അങ്ങനെ ദോശ അവിടെ ചൂടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചൂടാറിയപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി ചട്നിയും ഇവിടെ റെഡി ആയിട്ടോ. അങ്ങനെ അത് ചുട്ട് കഴിഞ്ഞു. അപ്പോൾ തന്നെ ആ ചുട്ട പാത്രങ്ങളൊക്കെ മൂറി വെക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളല്ലേ ഉള്ളൂ മോറാനുണ്ടാവുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് മൂറി എടുക്കട്ടെ കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അങ്ങനെ അപ്പത്തെ പാത്രം അപ്പം തന്നെ വേഗം മൂറി വെക്കാൻ നോക്കലുണ്ട്. നമ്മൾ സിങ്കിലിങ്ങനെ പാത്രങ്ങൾ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഇതിനൊരു മടിയേക്കാരം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തോടെ തന്നെ ലഞ്ചിനില്ല ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് മീനാണ് അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ മൂറിയെടുക്കട്ടെ കേട്ടോ.
ഇങ്ങനെ എന്താ പാത്രങ്ങൾ അപ്പം തന്നെ മൂറി വെച്ചാൽ തന്നെ അടുക്കളയിലെ ജോലി പെട്ടെന്ന് തീരുന്ന മാതിരി തോന്നും കേട്ടോ. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒന്നിച്ച് മോറാൻ നിൽക്കുമ്പോൾ നമുക്കൊരു മടുപ്പേക്കാരം. അതിൻ്റെ കൂടെ തന്നെ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിട്ടാൽ അതും ക്ലീൻ ആയിക്കോളും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചട്നി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അരച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ചട്നിയും കൂട്ടിയിട്ട് ഞങ്ങൾ ദോശ കഴിക്കണം കേട്ടോ. പിന്നെ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും പറയണം കേട്ടോ. തക്കാളി ചട്നി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ ബെഡൊന്ന് തട്ടിക്കൊട്ടി വിരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അതർ കഴിച്ച് വെച്ചിട്ട് അകൊന്ന് അടിച്ച് വാരിയിട്ടിട്ട് ലഞ്ചിനുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ കേട്ടോ. ബെഡൊക്കെ വിരിക്കാനും മോളുണ്ട് കേട്ടോ ഇവിടെ സഹായത്തിന്. അങ്ങനെ ബെഡൊക്കെ വിരിച്ച് കഴിഞ്ഞ് അകൊന്ന് മൊത്തത്തിൽ അടിച്ച് വാരിയിട്ടതിന് ശേഷം ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഈ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളയിലത്തെ ജോലി പെട്ടെന്ന് തീർക്കാനൊരു ടിപ്സാണ്. നമ്മൾ തലേന്ന് തന്നെ രാത്രി നമുക്ക് ഫ്രീ ടൈം കിട്ടുമല്ലോ. ആ ടൈമിന് നമുക്ക് പിറ്റേന്ന് എന്താണോ ലഞ്ചിന് വേണ്ടി ഉണ്ടാക്കുന്നത് അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചിരങ്ങ താളിപ്പും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ചിരങ്ങയൊക്കെ തലേന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മുളകും അതിൽ തന്നെ കട്ട് ചെയ്തിട്ടിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. കുക്കറിൽ ഒരു 3-4 വിസിലടിച്ചാൽ അത് വെന്ത് കിട്ടിക്കോളും. അതുപോലെ തന്നെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടുള്ള ബീൻസും മുളകും ഞാൻ തലേന്ന് തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നു. ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അതും വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ പെട്ടെന്ന് ജോലി തീരാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിട്ടോ. നമുക്ക് കട്ട് ചെയ്തൊന്നും സമയം കളയണ്ടല്ലോ. ഇനി ഒരു ഭാഗത്ത് ഇത് വെച്ചിട്ടുണ്ട്. ഇനി മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ മസാല തേച്ച് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ അത് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ ബീൻസത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കണം.
ഞങ്ങളിവിടെ തൂമ്പിച്ചെടുക്കുക എന്നാണ് പറയൽ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി അരിഞ്ഞത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ച ചിരങ്ങയൊക്കെ റെഡിയായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് തന്നെയാണ് തൂമിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ മൂത്ത് വന്നിട്ട് ഇതിൽ നിന്ന് തന്നെ കുറച്ച് ബീൻസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അത് റെഡിയായി. ഇനി ചട്ടിയിലേക്ക് നമ്മൾ ചിരങ്ങ വന്നത് കൂടി ഒഴിച്ചു കൊടുത്താൽ കറിയും ഇവിടെ റെഡി ആയിട്ടോ. ഇനി കറിയിൽ വെള്ളം കമ്മിയാണെങ്കിൽ കുറച്ച് കഞ്ഞി വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മളെ ചിരങ്ങ താളിപ്പ് ഇവിടെ റെഡിയായി. അപ്പോൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് അതൊന്ന് തുടക്കാൻ കൂടി ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ള കിച്ചണിൽ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞാൽ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞു. ഇനി പിന്നെ ഞാൻ ഉച്ചക്കാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ ലഞ്ച് കഴിക്കട്ടെ. ചോറും ചിരങ്ങ താളിപ്പും ബീൻസ് ഉപ്പേരി മീനും ഒക്കെ കൂട്ടി നല്ല കുശാലായിട്ട് ലഞ്ച് കഴിച്ചിട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് വരട്ടെ. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.